ദുബായ് പോലീസ് ഇന്ന് പരിശോധനയിൽ ഒരു ഭിക്ഷാടകന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് 20,000 ദർഹംസാണ്. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 4,50,000-ലധികം വരും ഇതിന്റെ മൂല്യം. ദുബായ് പോലീസിന്റെ സസ്പീഷ്യസ് പേഴ്സൺസ് ആൻഡ് ക്രിമിനൽ ഫിനോമിന എന്ന വിഭാഗത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക ഡിവിഷൻ ഉണ്ട്. അവരിപ്പോൾ രാജ്യത്തുടനീളം പരിശോധനകൾ നടത്തുന്നുണ്ട്. കാരണം മറ്റൊന്നുമില്ല, മുൻ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട കാര്യമാണ്. റമദാൻ മാസത്തിൽ ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് ഇങ്ങനെ ഭിക്ഷാടകർ സംഘമായിട്ട് തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ മാഫിയകളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള ആള് ലക്ഷറി കാറുകൾ കേന്ദ്രീകരിച്ചാണ് ഭിക്ഷാടനം നടത്തി വന്നിരുന്നത് അത്രേ. പ്രത്യേകിച്ച് ട്രാഫിക് സിഗ്നലുകളിൽ, പാർക്കിംഗ് ഏരിയകളിലൊക്കെ വരുന്ന ആഡംബര കാറുകളിലുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് തങ്ങളുടെ അവസ്ഥ അതിദാരുണമാണെന്നും ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ല എന്നുമൊക്കെ പറഞ്ഞ് അവരുടെ സഹതാപം പിടിച്ചുപറ്റി വലിയ തുക അവരിൽ നിന്നും കൈപ്പറ്റുന്ന ഒരു രീതിയായിരുന്നു തുടർന്ന് വന്നിരുന്നത്. ദുബായ് പോലീസ് പറയുന്ന കാര്യം ഇതാണ്: നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു പരിഷ്കൃതമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ ഭിക്ഷാടനം കോട്ടം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇതിലൊരു ക്രിമിനൽ കുറ്റകൃത്യമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന സമയത്ത് അതിനെ വൈകാരികമായി നേരിടാതെ നിയമം അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുക എന്ന് പറയുന്നുണ്ട്. ഇനി ദാനധർമ്മങ്ങൾ നടത്താനാണെങ്കിൽ അംഗീകൃതമായ സംഘടനകൾ വഴി നമുക്ക് ചാരിറ്റി ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ദുബായ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അർഹതപ്പെട്ട ആളുകളിലേക്ക് സഹായം എത്തിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ദുബായ് പോലീസ്. പുണ്യ റമദാൻ മാസത്തിൽ ദുബായിലെ പ്രധാനപ്പെട്ട എല്ലാ പാർക്കുകളിലും സൗജന്യമായ മെഡിക്കൽ പരിശോധന ക്യാമ്പയിൻ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, പ്രഷർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സൗജന്യമായി ലഭിക്കുന്ന ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താവുന്നെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പ്രധാനപ്പെട്ട പാർക്കുകളിലേക്ക് ബസ്സുകളിലായി മെഡിക്കൽ സംഘം എത്തുകയാണ്. വൈകുന്നേരം 4 മണി തൊട്ട് മഗ്‌രിബ് പ്രയർ കഴിയുന്ന സമയം വരെയും ആളുകൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഫെബ്രുവരി 26, മാർച്ച് 5, മാർച്ച് 12 എന്നീ ദിവസങ്ങളിൽ ദുബായിലെ പ്രധാനപ്പെട്ട ഔട്ട്ഡോർ കേന്ദ്രങ്ങൾ, അതായത് ധാരാളം ആളുകൾ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സൗജന്യ മെഡിക്കൽ പരിശോധനാ സംഘം എത്തുമെന്നുള്ള കാര്യം കൂടി ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടുണ്ട്. ഖുറാനിക് പാർക്ക്, കൈറ്റ് ബീച്ച്, നാദൽ ഷബ അടക്കമുള്ള വിവിധ പ്രധാനപ്പെട്ട പാർക്കുകളുടെ കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യകരമായൊരു ജീവിതശൈലി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പരമാവധി ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുക. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അല്ലെങ്കിൽ കണ്ണ് പരിശോധന ഇതൊക്കെ നടത്താനായി വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വിവരം എന്തായാലും എത്തിക്കുക. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2026 ഫെബ്രുവരി 22 ഞായറാഴ്ച. Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.